ഹലോ നമസ്കാരം. എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ക്യാൻസറിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് അതല്ലാണ്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് നിങ്ങൾക്ക് റെസൊനേറ്റ് ആവാം. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് അതും ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി മാത്രം ആയിട്ടാണ്, നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ് അതപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റും ചെയ്യും. അപ്പോൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാം. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്. അവിടെയും ഞാൻ വേറെ തരത്തിൽ വീഡിയോസ് ഇടാറുണ്ട്. എക്സ്ട്രാ മെസ്സേജസ് നിങ്ങൾക്ക് അവിടെയും കിട്ടും. അപ്പോൾ അവിടെയും എന്നെ ഫോളോ ചെയ്യുക. എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതല്ലാണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പറായിട്ട് ഈ വീഡിയോസിനെയൊക്കെ വേഗം ആക്സസ് ചെയ്യാൻ വഴിയുണ്ട്. നിങ്ങളുടെ മെമ്പർഷിപ്പ് നിങ്ങൾ ജോയിൻ ചെയ്താൽ മെമ്പേഴ്സിനാണ് ആദ്യം വീഡിയോസ് കാണാൻ കിട്ടണേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെച്ചാൽ മെമ്പർ ആവാം. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് എൻ്റെ പ്രൊഫൈലിൽ പോയാൽ നിങ്ങൾക്ക് എൻ്റെ മെമ്പർഷിപ്പിൻ്റെ ബട്ടണിനെ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് എന്താണ് നിങ്ങളുടെ റീഡിങ്ങിൽ വരുന്ന മെസ്സേജസ് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്യാൻസർ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. ഓവറോൾ എനർജി നിങ്ങളുടെ എംപറർ ആണ്, ഏരീസ് എനർജി. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി, നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി 4 ഓഫ് കപ്സ്. നിങ്ങൾ രണ്ടാളുടെയും മ്യൂച്വൽ സിറ്റുവേഷൻ 2 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് സ്റ്റാർ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിങ് ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്. അവരുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ 3 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത് ക്വീൻ ഓഫ് വാൻഡ്സ്. ഈ പേഴ്സൺ ആക്ഷൻ എടുക്കാൻ പോണത് 10 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൻ്റെ ഔട്ട്കം. അപ്പോൾ ക്യാൻസർ ഇവിടെ ഞാൻ കാണുന്നത് എംപറർ എനർജിയാണ്, ഏരീസ് എനർജി. നിങ്ങളൊരു ഏരീസിൻ്റെ കൂടെ ആയിരിക്കും ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഈ പേഴ്സൺ ആക്ച്വലി കുറേ ഒരു മെച്ചോർഡ് പേഴ്സൺ ആണ്. നിങ്ങളെക്കാട്ടിലും ഏജ് വൈസും കുറച്ച് ഏജ് ഗ്യാപ്പ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. ഇവർക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്, ലൈഫ് എക്സ്പീരിയൻസ് ഉണ്ട്. ഇവർ ജോലി ചെയ്യണത് ഒരു നല്ല റെസ്പോൺസിബിൾ ഉള്ള ജോലി പൊസിഷൻ ആയിരിക്കും. കുറേ ഫെയർ മൈൻഡഡ് പേഴ്സൺ ആണ്. നിങ്ങൾ രണ്ടാളുടെയും മേ ബി കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അല്ലച്ചാലും ഈ പേഴ്സൺ ഞാൻ പറഞ്ഞ മാതിരി കുറേ എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണ്. അവരങ്ങനെ ഇമോഷൻസ് അങ്ങനെ എക്സ്പ്രെസ് ചെയ്യാറില്ല അത്ര. കുറേ ഒരു ട്രഡീഷണൽ ടൈപ്പ് ഓഫ് പേഴ്സൺ ആണ്. ക്വീൻ ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ നിങ്ങളുടെ എനർജിയിൽ. 2 ഓഫ് കപ്സും ഉണ്ട്. അപ്പോൾ ക്വീൻ ഓഫ് സോഡ്സ് ഇവിടെ ഒരു ക്ലാരിറ്റിയുടെ എനർജിയാണ്. ഓക്കെ, പക്ഷേ ക്വീൻ ഓഫ് സോഡ്സ് ഒരു ഡിഫെൻസീവ് എനർജിയും കൂടിയാണ്. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് കുറേ കാര്യങ്ങൾ നിങ്ങൾ കമ്പാറ്റബിൾ അല്ല. ഓക്കെ, ആൻഡ് അതിൻ്റെ കാരണം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് നിങ്ങളൊരു റിലേഷൻഷിപ്പിലായിരിക്കാം, പക്ഷെ ഇവിടെ കമ്പാറ്റബിലിറ്റി കുറവാണ്. നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് കുറേ കൊല്ലം ആയി ഈ റിലേഷൻഷിപ്പിന്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് വെച്ചാൽ ഇവിടെ കുറേയൊക്കെ നിങ്ങളൊരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ റിലേഷൻഷിപ്പിൽ. ഇവിടെ ലവ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്, പക്ഷെ ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറേ ചേഞ്ചസ് വന്നിരിക്കുന്നു. പറഞ്ഞാൽ മുമ്പത്തെ മാതിരി ഒരു റൊമാൻറ്റിക് എനർജി ഞാനിവിടെ കാണുന്നില്ല. ഓക്കെ, ഇവിടെ കുറെ കൂടി ഒരു പ്രാക്ടിക്കൽ എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ
മേ ബി സെപ്പറേറ്റഡും ആവാം ഈ പേഴ്സന്റെ അടുത്തുനിന്ന്. എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാൾക്കും വേറെ ഒപ്പീനിയൻസ് ആണ്. ഞാൻ പറഞ്ഞ മാതിരി ഒരു കമ്പാറ്റബിലിറ്റി ഇല്ല. ഈ പേഴ്സന്റെ എനർജിയിൽ 4 ഓഫ് കപ്സ് ആണ്. അപ്പൊ അവരുടെ ഓവറോൾ എനർജിയിലും ഒരു ബോർഡായി പേഴ്സന്റെ എനർജിയാണ്. അവർക്ക് അങ്ങനെ ഇമോഷണൽ കാര്യങ്ങൾ അത്ര മുമ്പത്തെ മാതിരി അങ്ങനെ റൊമാൻസ് ഒന്നും ഇല്ല അവരുടെ ലൈഫിൽ. അവരുടെ ശ്രദ്ധ വേറെ കാര്യങ്ങളാണ്, പ്രയോറിറ്റി വേറെ കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങളുടെ അടുത്തും അവർക്ക് അങ്ങനെ ഒരു ഇമോഷണൽ ബോണ്ടിങ് കുറവായിരിക്കും. 4 ഓഫ് കപ്സ് എന്താണ് ഇവിടെ? 7 ഓഫ് പെന്റിക്കിൾസ് ആൻഡ് 9 ഓഫ് വാൻഡ്സ്. അപ്പൊ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഈ റിലേഷൻഷിപ്പിൽ കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, കുറെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. എവിടെയോ ഇവർ ഹോപ്പ് ചെയ്യുന്നുണ്ട് അത് ഫ്യൂച്ചറിൽ കാര്യങ്ങൾ ശരിയാവുമെന്ന്. പക്ഷെ ഒരു പേടിയുണ്ട് അവർക്ക്, ഇത് ചിലപ്പോ വർക്ക്ഔട്ട് ചെയ്യില്ല എന്ന്. ഓക്കെ, ഈ പേഴ്സന്റെ മനസ്സിൽ. അപ്പൊ കറന്റ് സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് 2 ഓഫ് പെന്റിക്കിൾസ് ആണ്. ഈ സമയത്ത് നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പ് അൺസ്റ്റേബിൾ ആണ്, ഒരു സ്റ്റെബിലിറ്റി ഇല്ല. ഈ 2 ഓഫ് പെന്റിക്കിൾസ് എന്താണ് ഇവിടെ? കിങ് ഓഫ് വാൻഡ്സ് ഉണ്ട്, ഫയർ സൈൻ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആൻഡ് ലവേഴ്സ്. അപ്പൊ ലവേഴ്സ് ഒരു സോൾമേറ്റ് കണക്ഷന്റെ എനർജിയാണ്. പക്ഷെ 2 ഓഫ് പെന്റിക്കിൾസ് ഒരു ചോയ്സിന്റെ എനർജിയാണ്. ലവേഴ്സും ഒരു ചോയ്സിന്റെ എനർജിയാണ്. മേ ബി നിങ്ങൾ രണ്ടാളും ഇപ്പോ ഈ റിലേഷൻഷിപ്പിനെ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്നാണ്, അങ്ങനെ ആയിരിക്കും ഒരു ആലോചന ഉണ്ടാവുക. അങ്ങനെ ആയിരിക്കും ഒരു തിങ്കിങ് നിങ്ങളുടെ അങ്ങനെ ആയിരിക്കും ഈ സമയത്ത്. അത് ഇപ്പോ ഇത് വർക്ക്ഔട്ട് ചെയ്യോ ഇല്ലയെന്ന്. എന്നുവെച്ചാൽ ഇവിടെ ഒരു സ്ട്രോങ് കണക്ഷൻ ഉണ്ട്. അതിന്റെ കാരണം നിങ്ങൾ ഇത്രയും കൊല്ലം ഒരുമിച്ചുണ്ടായി, കുറെ മെമ്മറീസ് ഉണ്ട് നിങ്ങളുടെ ഒരുമിച്ച്. പക്ഷെ ഇപ്പോ നിങ്ങൾ രണ്ടാളും കമ്പാറ്റബിൾ അല്ല. കുറെ കാര്യങ്ങൾ നിങ്ങളുടെ മാച്ച് ആവണില്ല. അങ്ങനെ ഒരു വഴക്ക് ഞാൻ കാണൂല, പക്ഷെ ഒരു കണക്ഷൻ ഇല്ല, ഒരു ഇമോഷണൽ ബോണ്ട് ഇല്ല. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് സ്റ്റാർ ആണ്. നിങ്ങൾക്ക് ആക്ച്വലി ഈ റിലേഷൻഷിപ്പിനെ ഹീൽ ചെയ്യണം എന്നുണ്ട്. എപ്പോഴും നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട് അതായത് ശരിയാവും എന്ന്. എന്താണ് ഇവിടെ സ്റ്റാറിന്റെ എനർജി? നൈറ്റ് ഓഫ് വാൻഡ്സ്. ഈ പേഴ്സൺ കുറെ ഒരു പ്ലെയർ ടൈപ്പ് ഓഫ് പേഴ്സണും ആവാം. അവരുടെ മുമ്പേയും അഫെയർസ് ഉണ്ടാവും. അതും ഒരു കാരണമാണ് നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു ഡിസ്റ്റൻസ് വന്നിരിക്കണേ. നിങ്ങൾ ഹോപ്പ് ചെയ്യണു അത് ഫ്യൂച്ചറിൽ ഈ പേഴ്സൺ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ വിട്ടിട്ട് നിങ്ങളുടെ കൂടെ കമ്മിറ്റ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഹോപ്പ് ഉണ്ടാവും. നിങ്ങൾ ഓൾറെഡി മാരിഡ് ആണെച്ചാൽ ഈ പേഴ്സന്റെ വേറെ അഫെയർസ് ഉണ്ടായിരുന്നു വെച്ചാൽ നിങ്ങൾ ഇത് ശരിയാവും എന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നു. പറഞ്ഞാൽ ഇത് ഇപ്പോ ഒരു സമയത്ത് ഈ പേഴ്സൺ അതൊക്കെ വിട്ടിട്ട് നിങ്ങളുടെ കൂടെ ഒരു കമ്മിറ്റഡ് ലൈഫ് ഉണ്ടാവും. അങ്ങനെ ആയിരിക്കും നിങ്ങളുടെ ഹോപ്പ് ഉള്ളത്. പക്ഷെ ഈ പേഴ്സന്റെ ആക്ച്വലി ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിങ് ഓഫ് പെന്റിക്കിൾസ് ആണ്. അപ്പൊ ഇവരുടെ കൂടുതൽ പറഞ്ഞ അവരുടെ പ്രയോറിറ്റി കൂടുതൽ അവരുടെ കരിയർ ആണ്. ആൻഡ് മേ ബി ഫിനാൻഷ്യൽ കാര്യങ്ങളാണ് അവർ കൂടുതൽ ഫോക്കസ് ചെയ്യണത്. വീട്ടിന്റെ കാര്യങ്ങള് അതല്ലച്ചാ ഇമോഷണൽ കാര്യങ്ങൾ അവരുടെ പ്രയോറിറ്റി അല്ല. ഇമോഷണലി ഈ പേഴ്സൺ കുറെ വിഡ്രോൺ ആണ്. അവർ അങ്ങനെ ഒരു എക്സ്പ്രസീവ് ടൈപ്പ് ഓഫ് പേഴ്സണും അല്ല. അപ്പോ അവരുടെ മനസ്സിൽ കുറെ ടെൻഷനും സ്ട്രെസ്സൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ കരിയർ റിലേറ്റഡ് സ്ട്രെസ് ആണ്. നിങ്ങളുടെ കൂടെ അവർ അങ്ങനെ ഞാൻ പറഞ്ഞ മാതിരി ഒരു ബോണ്ടിങ് കുറവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഇന്റൻഷൻ അവരുടെ എനർജീനെ മാച്ച് ചെയ്തിട്ട് പോവാന്നാണ് പറഞ്ഞ. അവര് ചെയ്യണ മാതിരി തന്നെ നിങ്ങളും അങ്ങനെ മാച്ചായ നിങ്ങളും കരിയറിൽ കൂടുതൽ ഫോക്കസ് ചെയ്താൽ നിങ്ങളുടെ ഇടയ്ക്ക് ഒരു കമ്പാറ്റബിലിറ്റി വരും എന്ന് അങ്ങനെ നിങ്ങൾ ഹോപ്പ് ചെയ്യണു. നിങ്ങൾക്ക് പ്രഗ്നന്റ് ആവാൻ പറഞ്ഞാൽ നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് കുട്ടികളില്ല വെച്ചാൽ പ്രഗ്നന്റ് ആവാൻ ട്രൈ ചെയ്യുന്നുണ്ടാവും. അതല്ല വെച്ചാൽ കുട്ടികളുണ്ട് വെച്ചാൽ മേ ബി നിങ്ങളുടെ ഫോക്കസ് കൂടുതൽ കുട്ടികളുടെ മുകളിലായിരിക്കാം. അതുകൊണ്ടായിരിക്കും നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് ജീവിക്കണത്, അതും ആയിരിക്കാം. പക്ഷെ എവിടെയോ നിങ്ങൾ കുറെ ബിട്രേഡായി ഫീൽ ചെയ്യണു. എന്നുവെച്ചാൽ ഈ പേഴ്സന്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് ആ മുമ്പത്തെ മാതിരി ഒരു ലവും എഫെക്ഷൻ ഇല്ല. ഓക്കെ, ആൻഡ് ഈ പേഴ്സൺ കുറെ പ്രാവശ്യം നിങ്ങളെ ബിട്രേ ചെയ്തിട്ടുണ്ട്. ഒരു തേർഡ് പാർട്ടി ഇവിടെ കുറെ പ്രാവശ്യം പറഞ്ഞാൽ വേറെ അഫെയർസ് ഉണ്ടായിട്ടുണ്ട്. 3 ഓഫ് പെന്റിക്കിൾസ് ആണ് ഈ പേഴ്സന്റെ ഇന്റൻഷൻ. അപ്പൊ അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ അവർ എത്രയും തേർഡ് പാർട്ടീനെ കൊണ്ടുവന്നാലും അവർ ഈ റിലേഷൻഷിപ്പിനെ വിടാനുള്ള പ്ലാൻ അവർക്കില്ല. പക്ഷെ അറ്റ് ദ സെയിം ടൈം
ത്രീ പറഞ്ഞ വേറെ ആൾക്കാരെ എപ്പോഴും ഇതിൽ ഇൻവോൾവ് ഉണ്ടാവും. ഓക്കെ, ഇത് അവരുടെ ഫാമിലി മെമ്പേഴ്സും ആവാം, ഒരു എഫയർ ആവണം എന്നില്ല. വേറെ ഫാമിലി മെമ്പേഴ്സ് ഇതിൽ ഇൻവോൾവ് ആണ്, അവർ ഇന്റർഫിയർ ചെയ്യണു, അങ്ങനത്തെ ഒരു കാര്യം ആവാം. ഇവിടെ ടവറും വേൾഡ് ആണ്. അപ്പോൾ ഇവരുടെ മനസ്സിലും കുറെ പ്രാവശ്യം ഈ റിലേഷൻഷിപ്പിനെ എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ റെഡി ആയിരിക്കണു. പക്ഷെ അത് ഇതുവരെ നടന്നില്ല. പക്ഷെ അവർ ഈ റിലേഷൻഷിപ്പിൽ ഓൾറെഡി അവർ മൂവ് ഓൺ ചെയ്യാൻ നോക്കുന്നുണ്ട്. പറഞ്ഞാൽ അവർ ഓൾറെഡി ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ല. ഓക്കെ, ക്വീൻ ഓഫ് വാൻസ് ആണ് നിങ്ങളുടെ ആക്ഷൻ. അപ്പൊ ഫ്യൂച്ചർ ആക്ഷൻ നിങ്ങൾ കോൺഫിഡൻ്റ്ലി നിങ്ങൾ ഒരു ഡിസിഷൻ എടുക്കാൻ പോകുന്നുണ്ട് ഫ്യൂച്ചറിൽ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. ക്വീൻ ഓഫ് വാൻസ്, ടു ഓഫ് സോർഡ്സ് ഉണ്ട് ഇവിടെ. ഇതുവരെ നിങ്ങൾ ആ ഡിസിഷൻ എടുത്തിട്ടുണ്ടാവില്ല, പക്ഷെ നിങ്ങളുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ട്. പറഞ്ഞാൽ എന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു കോൺഫിഡൻ്റ് ആയി ഡിസിഷൻ എടുക്കാൻ ശ്രമിക്കും. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്, നിങ്ങൾക്ക് അത് അറിയാം. ആൻഡ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ കൂടുതൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഈ പേഴ്സൺ അവരുടെ സൈഡിൽ നിന്ന് ഒരു മാറ്റവും ഇല്ല. ഈ പേഴ്സന്റെ ആക്ഷൻ 10 ഓഫ് പെന്റിക്കിൾസ് ആണ്. അവർ മിക്കവാറും ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ ഓൾറെഡി മാരിഡ് ആണ് വെച്ചാൽ ഈ മാരേജിനെ ബ്രേക്ക് ചെയ്യാൻ നോക്കില്ല. അവർക്ക് ഫാമിലി സെറ്റപ്പ് വേണം, പറഞ്ഞ സൊസൈറ്റിയുടെ കാരണമായിരിക്കാം അവർ. പക്ഷെ ഇല്ല അതല്ല അവരുടെ ഫാമിലി അവരെ ഫോഴ്സ് ചെയ്യുന്നുണ്ടാവും ഈ റിലേഷൻഷിപ്പിനെ കണ്ടിന്യൂ ചെയ്യാൻ. അതല്ല നിങ്ങളുടെ കുട്ടികളുണ്ട് വെച്ചാൽ കുട്ടികളിന് വേണ്ടിയിട്ട് അവർ ഈ റിലേഷൻഷിപ്പിനെ കണ്ടിന്യൂ ചെയ്യാൻ നോക്കുന്നുണ്ടാവും. പക്ഷെ ഇവിടെ ഡെഫിനറ്റ്ലി കുറെ മാനിപ്പുലേഷൻ ഉണ്ട്, ഒരു വേറെ അഫെയർസ് ഉണ്ട്. അവരുടെ ജോലിയുടെ പറഞ്ഞ അവരുടെ ഓഫീസിൽ തന്നെ മേ ബി വേറെ എന്തെങ്കിലും അഫെയർ ഉണ്ടാവാം. അതല്ലച്ച അഫെയർ അല്ലച്ച ഈ പേഴ്സണിന്റെ കുറെ വർക്കഹോളിക് നേച്ചറാണ്. പറഞ്ഞാൽ അവർ എപ്പോഴും വർക്ക് ഫോക്കസ്ഡ് ആണ്. അപ്പോൾ അവർക്ക് ഒട്ടും ഫാമിലി അവരുടെ പ്രയോറിറ്റി അല്ല. ഓക്കെ, അപ്പോൾ എന്താണ് ഔട്ട്കം ഇവിടെ? ഏസ് ഓഫ് വാൻസ്. ഏസ് ഓഫ് വാൻസ് ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ്ങിന്റെ എനർജിയാണ്. അപ്പൊ ഇതൊരു ഓപ്പൺ റിലേഷൻഷിപ്പ് ആയിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ. നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്, ജഡ്ജ്മെന്റ്. അപ്പൊ ഞാൻ പറഞ്ഞ മാതിരി ഈ റിലേഷൻഷിപ്പില് മുമ്പത്തെ മാതിരി ആ പാഷൻ ഇല്ല. ഓക്കെ, ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി വേറെ അഫെയർസ് ഉണ്ടാച്ചാ അതിന്റെ കാരണം ഈ റിലേഷൻഷിപ്പിൽ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഈ റിലേഷൻഷിപ്പ് നടക്കുന്നുണ്ട് ഒരു റൂട്ടീൻ മാതിരി, പക്ഷെ അങ്ങനെ ഒരു കണക്ഷൻ നിങ്ങളെ രണ്ടാളും തമ്മിലില്ല. ഇവിടെ നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പിനെ ജഡ്ജാണ് ചെയ്യണം. പറഞ്ഞാൽ ഇവിടെ ഇത് എൻഡ് ചെയ്യണോ എന്ന് ആ സ്ഥിതി വരെ എത്തി. അത് ഈ റിലേഷൻഷിപ്പ് ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടെന്ന് ആ സിറ്റുവേഷൻ വരെ എത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഓൾറെഡി കോർട്ടിൽ പോയിട്ടുണ്ടാവും. എന്നുവെച്ചാൽ ജഡ്ജ്മെന്റ് ഒരു കോർട്ട് ജഡ്ജ്മെന്റും ആവാം. അപ്പോൾ ഇവിടെ കുറെ ഫയർ സൈൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്, ടോറസ്, വെർഗോ, ക്യാൻസർ, പൈസീസ്. അപ്പൊ എന്താണ് ഇവിടെ നിങ്ങൾ രണ്ടാളുടെയും ഫീലിങ്സ്? ഇറ്റ് വാസ് മൈ ഫോൾട്ട് ബട്ട് ഐ ബ്ലെയിംഡ് യു. I don't react when people mention you. I want to tell you how I feel. I'm so attracted to you. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിലെ മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണാം. ആൻഡ് ഇപ്പോൾ ഈ മാസത്തിന് വേണ്ടിയിട്ട് ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.